ഇവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവിടെ നിന്ന് ജനങ്ങളെല്ലാം മാറ്റി സർക്കാർ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ താമസയോഗ്യമായ ഒരു സ്ഥലമല്ല എന്ന് സർക്കാർ മുദ്ര കുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് ആർക്കും താമസിക്കാൻ സാധിക്കില്ല. ഇവിടെയുള്ള റഹീം തള്ളിക്കയറ്റേ, തള്ളി കൊടുത്താൽ മതി, പുള്ളിനെ സഹായിച്ചാൽ മതി. ആ അറിയാവുന്ന പണിക്ക് പോയാൽ മതി. അതല്ലേ, പതുക്കെ നടക്കാം, തെന്നി വീഴല്. ചേട്ടൻ പതുക്കെ ബൈക്ക് തള്ളി കയറ്റി. ഭയങ്കര പാട് തന്നെ കേട്ടോ, ഇവരെ സമ്മതിക്കണം. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ചേകാടി എന്ന വനഗ്രാമത്തിലാണ്. വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ഗ്രാമമാണ് ചേകാടി. ചേകാടിയിൽ മുന്നേ 1-2 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ചേകാടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ് കേട്ടോ. കർണാടകയിലെ കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര. പക്ഷേ യാത്രയുടെ തുടക്കമായിട്ട് വളരെ മനോഹരമായ ചേകാടി എന്ന വനഗ്രാമത്തിൽ നിന്നാണെന്ന് മാത്രം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെൽവയലുകൾ കാണാൻ കഴിയും. ചേകാടി ഈ ഒരു സമയത്ത് വന്ന് കാണേണ്ട ഒരു സമയമല്ല. നല്ല മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ ഞാറൊക്കെ നട്ട് ആ ഒരു പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു വനഗ്രാമം കാണാനായിട്ട്. ചേകാടി വയനാട്ടിലെ വളരെ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. പുൽപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ചേകാടി എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ചേകാടിയിൽ നിന്നാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത്, അതായത് എൻ്റെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ കാണാൻ കഴിയും. അത് ഇവിടുത്തെ ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് കേട്ടോ. അവിടെ പണിയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. എന്തായാലും നമ്മുടെ യാത്രയുടെ ആരംഭം ഇന്ന് ഈ ആദിവാസി ഗോത്ര സമൂഹം താമസിക്കുന്ന ഇവിടെ നിന്നായിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ യാത്രയിൽ ഇന്ന് സഹായിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റഹീമാണ് കേട്ടോ. റഹീം വ്ളോഗ്സിലെ റഹീമാണ് നമ്മുടെ ഇന്നത്തെ സഹയാത്രികൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റഹീമിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. റഹീമേ, പിന്നെയും വെൽക്കം. അപ്പോൾ എപ്പടി ഇருக்கு? സൂപ്പർ. തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തമിഴിലേ ചോദിക്കുള്ളൂ. ഞാൻ ഏത് ഭാഷ സംസാരിക്കുമെന്നല്ലേ? സംസാരിക്കുന്നു ഞാൻ പറയില്ല, മാനേജ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തായിട്ടുള്ള റഹീം. ഞാൻ പറഞ്ഞല്ലോ, റഹീമിനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പരിചയമുണ്ട്. അപ്പോൾ റഹീമെ, നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാം, ചേകാടിയിൽ നിന്ന്. നമ്മൾ ചേകാടിയിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് തൊട്ടപ്പുറത്ത് കർണാടകയിലേക്ക് കടന്ന് പിന്നെ അങ്ങ് പോവാണ്. ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര, ഗ്രാമങ്ങൾ തേടിയുള്ള ലക്ഷ്യമില്ലാത്ത യാത്ര. അപ്പോൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഈ ഗോത്ര സമൂഹം താമസിക്കുന്ന അടുത്തേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചേകാടി ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ ഒരു ട്രൈബൽ വിസിറ്റ് ചെയ്തിട്ട്, കാരണം ഇവര് ആദ്യകാലം മുതലേ താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും പ്രതീക്ഷിക്കും ചേകാടിയത്തെ ഒരു ആദിവാസി ജീവിത രീതിയൊക്കെ ഒന്ന് കാണണം ആഗ്രഹിക്കും. അതെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അകത്തേക്ക് കയറാം അല്ലേ? ഇവിടെ ബീരാടി എന്ന് പറഞ്ഞൊരു കോളനിയാണത്. ബീരാടി എന്നാണ് ഇതിന്റെ പേര്. ഓ ശരി. അവിടെ ഒന്ന് പോയി നോക്കാം. നടന്നു. നമ്മളങ്ങനെ ചേകാടിയിലുള്ള പണിയ ഗോത്ര സമുദായം താമസിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവരെല്ലാവരും തന്നെ പണിയ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ആണെങ്കിലും ഒരു 5-8 വീടുകളോളം നിലവിൽ ഈ കാണുന്ന രീതിയിൽ ഈ ചാണകം മെഴുകി മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് വീടുകൾ മാത്രമാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, അതായത് കോൺക്രീറ്റ് വീടുകളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം നിലവിലിവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർക്കൊന്നും വീടുകൾ നിലവിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർ അപേക്ഷകളൊക്കെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സാങ്ഷനായിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിലത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ ചാണകം മെഴുകി ഷീറ്റിട്ട്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഓടും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓട് മാത്രം വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഴക്കാല സമയങ്ങളിലൊക്കെ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 1-2 തവണയൊക്കെ ഈ പൊട്ടലൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അത് മാറാനായിട്ടും മാത്രം ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്നും ഇവരൊന്നും പണിയെടുക്കുന്നില്ല. പകരം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടാർപോളിൻ ഷീറ്റ് വാങ്ങിച്ചിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശോകമായൊരവസ്ഥ തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ കഴിയുക. നിലവിലിപ്പോൾ ഇവർക്ക് റേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു വീട് എല്ലാവർക്കും കിട്ടണം. ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം 12 കുടുംബങ്ങൾ താമസിക്കുന്ന ബാക്കി ഇതുപോലത്തെ വീടുകളിലുള്ള ആൾക്കാർക്ക് നല്ല വീട് വെച്ച് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്നത് സർക്കാർ പുതിയ വീടുകളൊക്കെ വെച്ച് കൊടുക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഊരിൽ വന്നു കഴിഞ്ഞപ്പോൾ മരണം നടന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം മുന്നേ. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഒരു വീട്ടിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല, അവർ ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുകയാണ്.
2 ചേച്ചിമാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരുടെ തൊഴിലിൻ്റെ കാര്യത്തിൽ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയൊരു ആശങ്ക. വേനൽക്കാലങ്ങളിലൊന്നും അധികം പണിയൊന്നുമില്ല, മഴക്കാല സമയങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ കൃഷിയുള്ള സമയങ്ങളിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും നിത്യജീവിതത്തിനുള്ള വക കണ്ടെത്താനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ടും അവർ നമ്മളോട് രേഖപ്പെടുത്തി. സാമ്പത്തികമായിട്ട് നമുക്കറിയാം, ഈ ആദിവാസി മേഖലകളിലൊക്കെ പൊതുവേ പിന്നോക്ക അവസ്ഥയിലാണ്. വിദ്യാഭ്യാസപരമായി നമ്മൾ ചിന്തിച്ചാൽ പോലും കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരും ഒന്നും സ്കൂളിൽ പോകുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളോടൊക്കെ പറഞ്ഞു നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കണം, എങ്കിൽ മാത്രമേ ഒരു ഉന്നമനം ഉണ്ടാകൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ വരും തലമുറകൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ പഠിച്ച് നല്ല നിലയിലേക്ക് എത്തുന്നതോടുകൂടി ഈ ഒരു സ്ഥലമൊക്കെ ഒരു ഉന്നമനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ പഠിച്ചു വരട്ടെ. പിന്നെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമൊക്കെ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ മുഖ്യ തൊഴിലെന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ചേകാടി എന്ന് പറയുന്ന ഗ്രാമം നമുക്കറിയാം, ഒരു കാർഷിക ഗ്രാമമാണ്. കാടിനാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണെങ്കിലും ഇവിടെ നെൽകൃഷിയാണ് കൂടുതലും പ്രാധാന്യം. നെൽകൃഷീൻ്റെ ഒരു വലിയ പാടശേഖരങ്ങൾ നമുക്ക് ചേകാടി വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ആ പാടശേഖരങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്നൊക്കെയാണോ പാടശേഖരങ്ങൾ നെല്ല് വിളയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഞാറ് നടുന്നത്, ആ സമയം മുതൽ ആ ഒരു കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമേ അവർക്ക് നിലവിൽ പണി കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കൂലിവേലയ്ക്കാണ് പോകുന്നത്. കൂലിവേലയുടെ കാര്യം അറിയാമല്ലോ, നമുക്ക് എല്ലായ്പ്പോഴും കൂലിവേല കിട്ടണം എന്ന് നിർബന്ധമില്ല. മറ്റ് ദേശങ്ങളിലൊക്കെ പോയിട്ട് കാപ്പിക്കുരി പറിക്കുക, അടയ്ക്ക പറിക്കുക, അങ്ങനെയാണ് സ്ത്രീകളൊക്കെ. പുരുഷന്മാരുമാണെങ്കിലും ഈ സമാനമായ ജോലി തന്നെയാണ് അവരും ചെയ്യുന്നത്. കൂലിവേല തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ മീൻപിടുത്തം അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഒരു ഉപജീവനമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ സർക്കാർ നൽകുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പം ഇവിടെ ഒരു 12 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1-2 പേരൊക്കെയാണ് കോളേജിൽ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 10ാം ക്ലാസ് വരെ പോയ ആൾക്കാരുണ്ട്. കുട്ടികൾ വിദ്യാഭ്യാസം നേടാത്ത കുറച്ച് കുട്ടികളുണ്ട്. പഠിത്തമൊക്കെ നിർത്തിയിട്ട് ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കല്യാണം വിവാഹം നടക്കുന്നതാണെങ്കിൽ പോലും ഹിന്ദു രീതിയിലുള്ള കല്യാണം തന്നെയാണ്. മഞ്ഞച്ചരടാണ് അവർ താലിയായിട്ട് ഉപയോഗിച്ച് കല്യാണം കഴിക്കുന്നത്. എല്ലാ ഗോത്ര സമൂഹത്തിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സാധാരണ രീതിയിൽ തന്നെ ഹിന്ദു വിഭാഗക്കാരെങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരും കല്യാണം കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. കല്യാണം ഇങ്ങനെയാണെങ്കിലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്. അതായത് കല്യാണത്തിനും മരണത്തിനും പിന്നെ വൈസറയിക്കൽ ചടങ്ങ്, അവരുടെ ഉത്സവങ്ങൾ എന്നിങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അവരുടെ തനതായിട്ടുള്ള നൃത്തങ്ങളും പാട്ടുകളും വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ടുള്ള നൃത്ത കലാരൂപങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും പിന്തുടരുന്നത്. പിന്നെ ഇവരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ കണ്ടുവരുന്ന രീതിയിലുള്ള മരണാനന്തര ചടങ്ങുകളൊക്കെ തന്നെയാണ്. മറ്റ് ഗോത്ര സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേനും വ്യത്യസ്തമായിട്ട് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്, കത്തിക്കുന്ന ഒരു രീതിയല്ല ഇവർ പിന്തുടരുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ചേകാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വനത്തിലുള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ആദിവാസി ഗോത്ര സമുദായക്കാരൊക്കെ പണ്ട് മുതലേ വനങ്ങളിൽ പോയിട്ട് വന വിഭവങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. നമ്മൾ കുറേ അങ്ങനെയുള്ള സമൂഹത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പണിയ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അങ്ങനത്തെ രീതികളൊന്നും അല്ല അവർ പിന്തുടരുന്നത്. ഈ പറയുന്ന കൂലിവേലയും അതോടൊപ്പം തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ പണിയെടുക്കുന്നത്. വനത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളൊന്നും അവർ പോയി എടുക്കുക, അതായത് തേനോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളോ ഒന്നും ശേഖരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് വിട്ടുപോയത്, ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് കണ്ടല്ലോ, ഇതൊരു പഴയ വീടാണ്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടാണ്. ഇവിടെ താമസിക്കുന്നത് 10 പേരാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ 10 മക്കളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനപ്പോൾ അവരോട് ചോദിച്ചു ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റേഷനാണ് അവരുടെ പ്രധാന ഒരു ഉപജീവന മാർഗ്ഗം. ഈ റേഷനിൽ നിന്ന് കിട്ടുന്നതാണ്, അത് വെച്ചിട്ടാണ് അവരുടെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നത്. പിന്നെ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന വക എന്തെങ്കിലും കിട്ടിയാൽ വല്ലതും വാങ്ങിച്ച് കഴിക്കുമെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് വരുമാനമൊന്നും അവർക്ക് നിലവിലില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കുടുംബത്തിന് 25 കിലോ ആണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 25 കിലോ അരി അനുവദിച്ച് കിട്ടുമെങ്കിലും ഒരു വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ആ അരി ഒരു മാസം തികയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണ രീതികളെന്ന്. അപ്പോൾ അവർ പറയുന്നത് 2 നേരമാണ് അവർ ഭക്ഷണം കഴിക്കുക, രാവിലെയും വൈകിട്ടും. ഉച്ച സമയത്ത് പണിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിക്കില്ല, അവരെങ്ങനെയെങ്കിലും ഇരിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം അതിനുള്ള വക അവർക്ക് അവരുടെ കയ്യിലുള്ളൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ വീട്ടിലെ തന്നെ ഒരമ്മച്ചിയെ പരിചയപ്പെട്ട് അമ്മയായിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. മാത്രമല്ല ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, അവരോടും ചോദിച്ചപ്പോഴും അവരും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഭക്ഷണകാര്യത്തിൽ പോലും ഈ ഒരു സമയത്തും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളൊക്കെ 3 നേരം അല്ലെങ്കിൽ 4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ
ഊരിലുള്ള ആൾക്കാരൊക്കെ 2 നേരമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പ്രധാന കാര്യം. 3 നേരം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർ പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ 2 നേരമായിട്ട് ഭക്ഷണം ചുരുക്കിക്കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പണിയ ഗോത്ര സമുദായം താമസിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടിയൊക്കെ യാത്ര ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ചേകാടി എന്ന ഗ്രാമം പല ഭാഗങ്ങളും കാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാടാണ്. കാട്ടിലൂടെയാണ് യാത്ര ചെയ്ത് നമുക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ വരുന്ന വഴിയൊന്നും അത്ര ഭംഗിയൊന്നുമില്ല. ഭംഗിയില്ല എന്ന് പറയാനുള്ള കാരണം പച്ചപ്പില്ല. നല്ല ഹരിതാപമുള്ള സമയത്താണെങ്കിൽ നല്ലൊരു വൈബായിരിക്കും അതിലൂടെ യാത്ര ചെയ്ത് വരാനായിട്ട്. കാറിലാണെങ്കിലും മോട്ടോർ സൈക്കിളാണെങ്കിലും എങ്ങനെ വന്നു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും ആ ഒരു യാത്ര. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയത്, നമ്മുടെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് ബൈക്കിലാണ് കേട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബൈക്കിൽ ഒരു യാത്ര ചെയ്യുന്നത്. റഹീമിൻ്റെ ബൈക്കാണ്. ഞാൻ ബസ് കയറിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. ബസ് കയറി ബത്തേരി വന്നു. ബത്തേരിയിലേക്ക് റഹീം ബൈക്കുമായിട്ട് വന്നു. അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് ചേകാടിയിലേക്ക്. ഇനിയുള്ള നമ്മുടെ പടക്കുതിര ഇവനായിരിക്കും, യൂണിക്കോൺ ബൈക്കിൽ റഹീമിനോടൊപ്പമാണ് നമ്മുടെ യാത്ര. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പാടശേഖരമാണ്. പക്ഷേ കുറച്ച് മുന്നിലായിട്ട് ഒരു 5-8 വീടുകൾ കാണാം. 5-8 ഇല്ല, ഒരു 4-5 വീട് എന്തായാലും ഉണ്ടാവും. അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു 2-3 വീടുകൾ നമുക്ക് ഇവിടെ നിന്ന്, 3 അല്ല ഒരു 4-5 വീടുകൾ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാവും. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത്, ഒരു 2 വർഷം മുന്നേ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്, ഗോത്ര സമുദായം താമസിച്ചിരുന്ന ഒരിടം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവിടെ നിന്ന് ജനങ്ങളെല്ലാം മാറ്റി സർക്കാർ താമസിപ്പിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇതൊരു വെള്ളം കയറുന്ന ഇടമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആനശല്യം വളരെ രൂക്ഷമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊരു ചേട്ടൻ പറഞ്ഞു കേട്ടത്, നമ്മൾ ഇന്ന് വന്നല്ലോ, 2 ദിവസം മുന്നേ വരെ ആ വീടിൻ്റെ പരിസരത്തൊക്കെ കുറച്ച് തെങ്ങൊക്കെ നിൽപ്പുണ്ട്. ആ തെങ്ങിൽ വന്ന് ആന കുത്തി കുലുക്കി തേങ്ങയൊക്കെ താഴെ ഇട്ട് കഴിച്ചിട്ട് പോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും തെങ്ങിൽ കയറി ആനയ്ക്ക് പറിക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അത് കുലുക്കി വീഴുന്നത് എടുത്ത് കഴിക്കുമായിരിക്കാം. എന്തായാലും ആന വരുന്നൊരു പ്രധാന പ്രദേശം കൂടിയാണ് നമ്മളിപ്പോൾ ആ കാണുന്ന ആ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. എല്ലാം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ്. കുറേ വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു, ഒരു വീട് പൂർണ്ണമായിട്ട് നശിച്ചു. കുറച്ച് വീടുകളൊക്കെ ഓട് മേഞ്ഞതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. പക്ഷേ നിലവിൽ അവിടെ ആൾതാമസമൊന്നുമില്ല, എല്ലാവരും അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പ്രധാന കാരണം വന്യമൃഗം മാത്രമല്ല, ഇവിടുത്തെ വെള്ളം കയറ്റം. ഇതിൻ്റെ തൊട്ടു പുറകെ ഒഴുകുന്നത് കബനി നദിയാണ്. കബനി നദി മഴക്കാലത്ത് ശക്തമായ വെള്ളം വരുന്ന സമയത്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ വെള്ളം കയറും. അവരുടെ വീടൊക്കെ എല്ലായ്പ്പോഴും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലായ്പ്പോഴും അവരെ മാറ്റി പാർപ്പിച്ച് ഒന്നുകിൽ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കൊക്കെയാണ് സർക്കാർ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അത് ചെയ്യുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്, പിന്നെ ഒരു ആശങ്ക, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മറ്റൊരു സ്ഥലത്ത് വീട് കെട്ടിക്കൊടുത്ത് അവരിപ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് താമസിക്കുകയാണ്. എന്തായാലും അവർക്ക് പുതിയ വീട് കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് അവർ മാറി എന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞ 2-3 വർഷം മുന്നേ വന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ പോയി അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, ഒരു അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചു. ഇപ്പോൾ ആ വീടൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു യാത്രയിൽ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം. ചേട്ടാ, ഇവിടെയുള്ളവരെല്ലാം മാറി താമസിച്ചില്ലേ? ഇപ്പം അവരൊക്കെ എങ്ങോട്ടാണ് പോയത്? എവിടെയാ? പല ഭാഗത്തേക്കാണ് പോയല്ലേ? സർക്കാർ അവർക്ക് വീട് വെച്ച് കൊടുത്തു? ഓക്കെ എല്ലാം കൊടുത്തല്ലേ? അപ്പോൾ സർക്കാർ അവർക്ക് വീടും സ്ഥലമൊക്കെ പണവും കൊടുത്തെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. വെള്ളം പൊങ്ങുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും വീടുകളൊക്കെ നശിച്ചു പോയി. ഇനിയിപ്പോൾ ഇവിടെ താമസയോഗ്യമായൊരു സ്ഥലമല്ല എന്ന് സർക്കാർ മുദ്ര കുത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് ആർക്കും താമസിക്കാൻ സാധിക്കില്ല. ഇവിടെയുള്ള പാടശേഖരത്തൊക്കെ പണിയെടുക്കാൻ വേണ്ടി അവർ വരും. ഇപ്പോൾ നിലവിൽ അറിയാമല്ലോ, ഇപ്പം പാടമെല്ലാം കൊയ്ത് വെറുതെ കിടക്കുകയാണ്. പണിയുള്ള സമയത്ത് ഇവിടുന്ന് പോയ ആൾക്കാർ ഇവിടെ പണിയുള്ളപ്പോൾ മാത്രം അവർ വന്ന് പണിതിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. കറണ്ട് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. കറണ്ടേ ഓരോ ഗ്രാമങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. നമ്മൾ കഴിഞ്ഞ യാത്രകളിലൊക്കെ തമിഴ്നാടൊക്കെ പോയ സമയത്ത് അവിടെ കണ്ടില്ലേ, എല്ലാവരും ഉപേക്ഷിച്ച് പോയിട്ട് ഒരാൾ മാത്രം ആ ഗ്രാമത്തിൽ, ഒരാളല്ല 2 പേരും, ഒരു അയ്യയും ഒരമ്മയും മാത്രം അവിടെ വർഷങ്ങളോളം പിടിച്ചു നിന്ന് താമസിച്ചു. ബാക്കി എല്ലാവരും ഉപേക്ഷിച്ച് പോയി. അവരൊറ്റപ്പെട്ട് ആ ഗ്രാമത്തിൽ താമസിച്ചു. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കണ്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് ഇതുപോലെ തന്നെ വളരെ സങ്കടം തോന്നും നമുക്ക്. എന്താ ചെയ്യുക, ഇതൊക്കെ നടക്കാൻ പാടാം. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ടുള്ള യാത്ര തുടരാം. റഹീമേ, പോലെ പോ ഇനി അങ്ങോട്ട് അടുത്ത പരിപാടി. ഇനി നമ്മൾ ഇവിടുന്ന് അപ്പുറത്ത് ബോർഡർ എടുക്കാം ആദ്യം.
അവിടെ ചെക്ക് പോസ്റ്റ് അടക്കുന്നതിന് അപ്പുറത്ത് കിടക്കണ്ടേ, നാഗർഹോള കടന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, ഗണ്ടത്തൂർ എന്ന് പറഞ്ഞ വില്ലേജിൽ നമ്മൾ എത്തണം. ഓക്കെ, അവിടെ പോയി നമ്മൾ ഹാൻഡ് പോസ്റ്റ് ചെന്ന് അവിടെ നിന്ന് വൈകുന്നേരം സ്റ്റേ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ എന്തായാലും താൽക്കാലികമായിട്ട് ചേകാടി ഗ്രാമത്തിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. റഹീം പറഞ്ഞ ഗണ്ടത്തൂർ എന്ന കർണാടകയിലെ കാർഷിക ഗ്രാമത്തിലേക്ക്. ഇനി നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാട് തന്നെയാണ് നാഗർഹോളൈ ദേശീയോദ്യാനം. അതെ, നാഗർഹോളൈ ടൈഗർ റിസർവ് കടന്നിട്ടാണ് നമ്മൾ ഗണ്ടത്തൂർ എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഈ ഗണ്ടത്തൂർ എന്ന ഗ്രാമം നാഗർഹോളൈ ദേശീയോദ്യാനത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ. ചേകാടി എന്തായാലും ഒന്നുകൂടി വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം, ശരിക്കും ഇവിടെ ഞാറൊക്കെ നട്ട് പച്ചപ്പുള്ള സമയത്ത് വരികയാണെങ്കിൽ ചേകാടി വേറൊരു വൈബാണ് കേട്ടോ. അതിതുവരെയും ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും അടുത്ത തവണ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇനി നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട കവല എന്ന് പറയാനുള്ളത് ബാവലിയാണ് കേട്ടോ. ബാവലി കടന്നാൽ ഉടൻ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നാൽ ഉടൻ തന്നെ നമ്മൾ നാഗർഹോളൈ ദേശീയോദ്യാനത്തിലേക്ക് കടക്കുകയാണ്. ആ വഴിയാണ് നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്രയും. നമ്മൾ കാറ്, ജീപ്പ്, ഹെവി വാഹനം എന്നിവയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ, ആ വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ, മറ്റു കാര്യങ്ങളൊക്കെ. ബൈക്കിന് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് അതിൽ കടന്നു പോകാനായിട്ട് സാധിക്കും. രാത്രി കാലങ്ങളിൽ ആ വഴിയിലൂടെ വാഹനങ്ങളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എന്തായാലും നാഗർഹോളൈ ദേശീയോദ്യാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അതെ, ടൈഗർ റിസർവ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ടൈഗർ, അല്ലേ? ടൈഗർ അത്യാവശ്യമുള്ള ഒരു കാടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ സഫാരികളൊക്കെ ഉണ്ട്. കർണാടക സർക്കാർ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ വാഹനത്തിലൊക്കെ പോവുകയാണെങ്കിൽ ടൈഗറിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗണ്ടത്തൂർ എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും കുറേ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. അത് നാടും അതോടൊപ്പം തന്നെ കാടുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു ഭാഗത്ത് കുറേ ആദിവാസി ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഇടം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇവിടുത്തെ കർണാടകയിലെ ഗ്രാമങ്ങളും അതിനോട് ചേർന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ഒത്തുചേർന്നാണ് താമസിക്കുന്നത്. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൃഷിസ്ഥലവും കബനി നദിയുടെ കുറേ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമപ്രദേശമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആദിവാസികൾ ഇവിടെ താമസിക്കുന്നത് കൂടുതലും പണിയ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. മാത്രമല്ല കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഇടവും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടങ്ങളിലൊന്നും നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇറങ്ങാനായിട്ട് സാധിക്കില്ല. ഇനി മറ്റൊരവസരത്തിൽ വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പറ്റുവാണെങ്കിൽ ഇവരുടെ ജീവിത രീതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമ്മൾ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് ഈ കാടിനുള്ളിലൂടെ പോവുകയാണ്. ഇനി കുറച്ച് ദൂരം നമുക്ക് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, ഈ നാഗർഹോളൈ ടൈഗർ റിസർവ് അല്ലെങ്കിൽ ദേശീയോദ്യാനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്തവും സമൃദ്ധവുമായ വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് നാഗർഹോളൈ ടൈഗർ റിസർവ്. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ദേശീയോദ്യാനം മൈസൂര്, കൊടക് അല്ലെങ്കിൽ കൂർഗ് ജില്ലകളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. നാഗർഹോളൈ എന്ന പേര് കന്നഡ ഭാഷയിലെ നാഗ പാമ്പ്, ഹോളൈ നദി, ഒഴുക്ക് എന്നീ വാക്കുകളിൽ നിന്നാണ് വന്നത്. വനത്തിനുള്ളിലെ പാമ്പ് പോലെ വളഞ്ഞൊഴുകുന്ന ചെറുനദികളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പേര്. ഏകദേശം 640 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ വനപ്രദേശം കാടുകളും പുൽമേടുകളും നദികളും ചേർന്ന അപൂർവമായ പരിസ്ഥിതിയാണ്. കബനി നദി നാഗർഹോളയുടെ പ്രധാന ജലസ്രോതസ്സാണ്. ഇതാണ് വന്യജീവികൾക്ക് ജീവൻ നൽകുന്ന പ്രകൃതിദത്ത ആധാരം. നാഗർഹോളൈ ടൈഗർ റിസർവ് കടുവകൾക്കായി പ്രത്യേകമായി അറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതിനു പുറമെ ആന, കാട്ടുപോത്ത്, ചീറ്റ, മാനുകൾ, കുരങ്ങുകൾ എന്നിവയും ഇവിടെ ധാരാളമായി കാണാം. പക്ഷിപ്രേമികൾക്ക് സ്വർഗം പോലെ തോന്നുന്ന ഈ വനത്തിൽ 250-ലധികം പക്ഷിവർഗ്ഗങ്ങളുണ്ടത്രേ. 1975 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട നാഗർഹോളൈ പിന്നീട് പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ശക്തമാക്കി. കർണാടക സർക്കാർ ഒരുക്കിയിരിക്കുന്ന ജീപ്പ് സഫാരി, ബോട്ട് സഫാരി, നിയന്ത്രിത ഇക്കോ ടൂറിസം തുടങ്ങിയവയിലൂടെ സന്ദർശകർക്ക് ഇവിടുത്തെ വന്യജീവികളെ പ്രകൃതി സൗഹൃദ രീതിയിൽ അനുഭവിക്കാനുള്ള അവസരം ഇവിടെ ലഭ്യമാണ്. പ്രകൃതിയുടെ നിശബ്ദതയും വന്യജീവികളുടെ ആവേശവും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഗർഹോളൈ ടൈഗർ റിസർവ് ഒരു അപൂർവ അനുഭവമാണ്. അങ്ങനെ നാഗർഹോള ഫോറസ്റ്റ് അല്ലെങ്കിൽ ആ കാടൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഈ ഗ്രാമത്തിൻ്റെ പേര് ആക്ച്വലി ഞാൻ വിട്ടുപോയി കേട്ടോ. മുന്നേ വന്നിരുന്നു നമ്മൾ ഈ ഒരു സ്ഥലത്ത്, പക്ഷേ അതിൻ്റെ പേര് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് പിന്നീട് പറയാം ആരോടെങ്കിലും ചോദിച്ചിട്ട്. എന്തായാലും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ജലാശയം ഇത് കബനി ഡാമിൻ്റെ റിസർവെയറാണ്. കബനി ഡാം അല്ലെങ്കിൽ ബീച്ചിനഹള്ളി ഡാം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും ആ ഒരു ഡാമിൻ്റെ റിസർവെയറിനോട് ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട് അക്കരയിലേക്ക്. അത് എത്തിച്ചേരുന്നത് ഗണ്ടത്തൂർ എന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്ത് ജലാശയം, ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ, പിന്നെ ഗ്രാമം, പിന്നെ ഒരു ഭാഗത്ത് ഫോറസ്റ്റാണ്, കാടാണ്. ആ കാടിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ ആനകളെ കാണാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ ആനകളൊക്കെ കണ്ടിരുന്നു. കുറേ ആനകളിങ്ങനെ കൂട്ടമായിട്ട് നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അന്ന് വിഷ്വലൊക്കെ ചിത്രീകരിച്ചിരുന്നു. അന്ന് അനിൽ സാറും ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അലക്സ്, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ഈ ഒരു റിസർവെയർ ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഗണ്ടത്തൂർ എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി. പക്ഷേ അവിടുത്തെ കാഴ്ചകളൊന്നും ഒരുപാടൊന്നും നമ്മൾ പകർത്താനായിട്ട് സാധിച്ചില്ല. കാരണം നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അക്കരെ പോയിട്ട് ഇക്കരയിലേക്ക് പോരുകയാണ് ചെയ്തത്. ഇന്നെന്തായാലും നമ്മൾ ബൈക്ക് ഇവിടെ നിന്ന് അക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ബൈക്ക് മുഖാന്തരം മുന്നോട്ടുള്ള നമ്മൾ യാത്ര തുടരുന്നതായിരിക്കും. എന്തെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നെന്തായാലും റഹീം ബൈക്കുമായിട്ട് വന്നുകൊണ്ട് അതിൽ നമ്മളങ്ങ് അക്കരയ്ക്ക് പോകുന്നു. അവിടെ നിന്ന് ഗണ്ടത്തൂർ ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അധികം താമസിക്കാതെ ഇവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടുണ്ട്. ചെറിയ ബോട്ടാണ് കേട്ടോ, ഒരു യമഹായുടെയോ സുസുക്കിയുടെ ഏതോ എഞ്ചിൻ വെച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അധികം ഒച്ചയുള്ള ബോട്ടൊന്നുമല്ല. അപ്പോൾ നമുക്ക് അതിൽ കയറിയിട്ട് നമുക്കിനി അക്കരയ്ക്ക് പോയിട്ട് ഗണ്ടത്തൂർ എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. റഹീം തള്ളി കയറ്റേ, തള്ളി കൊടുത്താൽ മതി, പുള്ളിനെ സഹായിച്ചാൽ മതി. ആ അറിയാവുന്ന പണിക്ക് പോയാൽ മതി. അതല്ലേ അല്ല പോ ആണോ? ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും ബോട്ടിൽ കയറാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഇങ്ങനെ നടന്ന് അതിലേക്ക് കയറാൻ പോകട്ടോ. ചെരുപ്പ് ഒരു കൈ പിടിച്ചു പതുക്കെ നടക്കാം. തെന്നി വീഴല് ഈശ്വര, പണ്ടൊരിക്കൽ തെന്നി വീണ ഓർമ്മ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ പതുക്കെ കയറുള്ളൂ. ഒരു ധൃതിയില്ല എനിക്ക്. ഇവിടെ എന്താ കുഴിയാണ്. അതാ ചേട്ടൻ പതുക്കെ ബൈക്ക് തള്ളി കയറ്റി. ഭയങ്കര പാട് തന്നെ കേട്ടോ, ഇവരെ സമ്മതിക്കണം. റഹീമേ ഇതാ കയറുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി, റഹീം കയറി പിടിച്ചോ. അകത്തേക്ക് കയറി പതുക്കെ. അവർ വെച്ചെന്തോ ചെല്ലിയല്ലേ. റഹീം സഹായിക്കും. കയറിയോ? താഴേക്ക് ഇറക്കണ്ടെന്ന് അവിടെ വെച്ചാൽ ഇന്ന് സെൻറ്റർ സ്റ്റാൻഡ് വെക്കണം. സെൻറ്റർ സ്റ്റാൻഡ് വെക്കണ്ടേ? എൻ്റെ പൊന്നെ വലിക്കട്ടെ. ഓക്കെ സെറ്റ്. എന്തായാലും ഇനി ഞാൻ കയറട്ടെ. ഈശ്വര മറിയോ, നടുക്കായിട്ട് നിന്നാൽ മതി. അപ്പം പിന്നെ കുഴപ്പമില്ല, ബാലൻസ് റെഡിയാവും. റഹീമേ എന്തൊക്കെ അഭ്യാസങ്ങളാ? 5 ബൈക്കാ? അത് ശരി, കൊള്ളാം. അടുത്ത ബൈക്ക് പറഞ്ഞു ഭയങ്കര പാട് തന്നെ. പോട്ടെ പതുക്കെ പോട്ടെ. ഇതവിടെ തന്നെ അവിടെ വെച്ചോളൂ. അവിടെ ഇരുന്നോളൂ. ഇനി കയറുന്ന ബൈക്ക് ഈ സൈഡിൽ ഇനി കയറുന്ന ബൈക്ക് വെക്കാം. ഇനിയില്ല, ഇനിയിപ്പോൾ 2 ബൈക്കേ ഉള്ളൂ. ഇരുന്നില്ല. റഹീമേ എല്ലാം സൂക്ഷിച്ചു. ഓക്കെ സെറ്റായി. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ഇവിടെ കയറ്റാം. അത് ഇടയുണ്ടല്ലോ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നടുക്ക് നിന്നാ പോരെ. കയ്യിൽ ക്യാഷ് വെച്ചിട്ട് പറഞ്ഞോട്ടോ വരുമ്പോൾ. ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല. ಎರಡು ಜನ ಒಂದು ಬೈಕ್. 1 ಜನ ಒಂದು ಬೈಕಾ? ഇനി എന്ത് ചെയ്യുമല്ലേ നമ്മൾ?
കരയ്ക്കൊന്നടുത്ത് കിട്ടിയാൽ മതിയായിരുന്നല്ലേ. എല്ലാം സെറ്റാണ്. കൂടിപ്പോയ വെള്ളത്തിലേക്ക് വീഴും. ബാക്കി നമ്മൾ വെള്ളത്തിലുണ്ട്. കയറിട്ട് നമ്മൾ പൊക്കി കയറ്റും. അയ്യോ മതി, കോമഡി തന്നെ. ഇക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ബൈക്ക് ഓരോന്നായിട്ട് ഇറക്കണം. റഹിമേ, എല്ലാം ഞാൻ ഏറ്റു, ഒന്നുകൊണ്ട് പേടിക്കണ്ട. എല്ലാം ഏറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയ്ക്ക് പോയി ഷൂട്ട് ചെയ്യുന്ന കാര്യം. ബൈക്ക് ഇറക്കുന്നത് നിങ്ങളാണ്. എല്ലാ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഓ കഷ്ടപ്പാട്. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് വേണം ഇറക്കാനായിട്ട്. കുറച്ച് പാടുപെടും. ഓക്കെ, സെറ്റായി. പഴയ പോലെ ചെരുപ്പ് ഊരാം. എടുക്കാം. ചെരുപ്പ് കയ്യിലെടുക്കുന്നു. എൻ്റെ അമ്മോ, വലിയ പാട് തന്നെയാണ് കേട്ടോ. റഹിമെ സൂക്ഷിച്ചിറക്കിയാൽ മതി. ഓ അങ്ങനെ നമ്മുടെ ബൈക്ക് ഇറക്കി കേട്ടോ. എൻ്റെ പൊന്നെ മതി. ഓ നമ്മളറിയാത്തൊരിത് പിടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അതാണ് അവരും പറയുന്നത്. ഇവർ സ്ഥിരമായിട്ട് കയറ്റി ഇറക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. റഹിമെ തെന്നും പതുക്കിറങ്ങിയാൽ മതി. അങ്ങനെ നമ്മുടെ ബൈക്ക് ഇതാ അക്കരയിലേക്ക് എത്തിയിരിക്കുന്നു. സേഫായി. എന്താ കഥ. CCTV ഒക്കെ ഉള്ള ബോട്ടാണ്. കൊള്ളാം. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇക്കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇക്കരയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വന്ന സമയത്ത് തന്നെ ബോട്ട് പുറപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ബോട്ടിലേക്ക് ബൈക്ക് കയറ്റി. വളരെ സാഹസികമായിട്ടാണ് ബൈക്ക് കയറ്റിയത്. നമ്മളിപ്പുറത്തേക്ക് എത്തിയതും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു സാഹസികതയൊന്നുമില്ല. കാരണം സ്ഥിരം 2, 3, 4 ബൈക്കുകളൊക്കെ കയറ്റി ഇക്കരയ്ക്ക് എത്തിക്കുന്നതാണ് ഈ ബോട്ടിൽ. ചെറിയ ബോട്ടാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കേട്ടിട്ടില്ലേ, നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ഇതാണ് ഇവിടെ ഇവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബോട്ട് കിടന്ന് ഇക്കരയിലേക്ക് എത്തിയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ബാക്കി യാത്ര തുടരുകയാണ്. ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ ഒരു ഡാമിൻ്റെ റിസർവെയർ തന്നെയാണ്. ഡാമിൻ്റെ റിസർവെയറിനോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ എപ്പോഴും നല്ല കൃഷിക്ക് യോജ്യമായ രീതിയിലുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ആകാശ ദൃശ്യത്തിലാണ് നമുക്ക് കുറച്ചുകൂടി ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ വീടിൻ്റെ പരിസരങ്ങളും ആ ഒരു ഡാമിൻ്റെ റിസർവെയറും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. പ്രധാനമായിട്ടും വാഴ, പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറികൾ, നെൽവയൽ, അങ്ങനെയുള്ള പല കൃഷികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഗണ്ടത്തൂർ ഗ്രാമത്തിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്ന സമയത്ത് ഇതാ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ചേട്ടനുണ്ട് ഇവിടെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ശിവലിംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത്? എനിക്ക് ഇഞ്ചി, വാഴ, ചേന, കാച്ചിൽ അങ്ങനത്തെ കൃഷി തന്നെ. പച്ചക്കറിയൊക്കെ ചെയ്യാറുണ്ട് ഉണ്ടല്ലേ? കൂടുതലും നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലേക്ക് പോകുന്നത്. പച്ചക്കറി എടുക്കുന്ന മൊത്തം കേരളത്തിലേക്ക്. ഇത് ഇവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുപോകണോ അതോ? ഇല്ല, ഡയറക്റ്റ് കൊണ്ടുപോകും. ഇവിടെ ഡയറക്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. ആരംഭിച്ച് കൊണ്ടുവന്ന് കുറച്ച് ഭാഗം കറണ്ട് ഭാഗത്തിന്റെ ആളുണ്ടല്ലോ, അവർക്ക് അടുത്തുള്ളവർ ആരംഭിച്ച് കൊടുക്കും. അങ്ങനെ കൊണ്ടുപോകും. അവർക്ക് മാർക്കറ്റ് ഉണ്ടോ അടുത്ത്? ഹാൻഡ് പോസ്റ്റ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ട് കൊടുക്കും? നമ്മൾ കൊടുക്കൂല. ഏജന്റ് ഉണ്ട്. ഏജന്റ് കേരളക്കാർക്ക് കൊടുക്കും. ഏജന്റ് വരും ഇവിടെ. അദ്ദേഹം വന്നിട്ട് ബൾക്കായിട്ട് എടുത്തുണ്ട് അവർ കേരളത്തിലേക്ക് കൊടുക്കും, മറിച്ച് വയ്ക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഈ കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കൃഷികളാണ്. വെജിറ്റബിളാണ് കൂടുതലും അവർ കൃഷി ചെയ്യുന്നത്. നെല്ലൊന്നുമില്ല ഇവിടെ. നെല്ല് കുറവാണ്. പക്ഷെ ഇവിടെ ഈ കബിനിയുടെ നദി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത് വെള്ളത്തിനൊന്നും ഉപകാരമില്ല നമുക്ക്. ഇല്ല. അപ്പോൾ ഇത് വെള്ളം താഴെയുള്ളവർക്ക് മാത്രം. ഡാമിന് താഴെ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് മോട്ടർ വെച്ച് അടിച്ച് ഇവിടെ അങ്ങനെ നിൽക്കൂല വെള്ളം ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ വെള്ളത്തിന്റെ നമ്മളെ ബോർ എടുക്കുന്നത്? ബോർ കിട്ടും. ഇപ്പൊ ഇവിടെ പുഴ ഉള്ളത് കൊണ്ട് എന്തായാലും കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. കുടിവെള്ളത്തിനൊപ്പം എന്ത് ചെയ്യും? കുടിവെള്ളത്തിന് ബോർ വെള്ളമുണ്ട്. ബോർ തന്നെ, അത് തന്നെ കുടിക്കുന്നത്. അത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല കാര്യം. പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കുന്ന വെള്ളം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെയുള്ള വീടുകളൊക്കെ എല്ലാം ഇങ്ങനെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളും എന്താണ് അതങ്ങനെ? ഈ ഒരു താമസിക്കാൻ യോഗ്യമായതുകൊണ്ടാണ്. യോഗ്യമൊന്നുമല്ല, പൈസയും കുറവാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വലിയ വീടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ കൃഷി എടുത്തിട്ട് ഒരു ചെറുതങ്ങനെ ഇങ്ങനെ പോകുന്നുള്ളൂ. ഓക്കെ. അങ്ങനെയാണ്. ഒരുപാട് വലിയ വീട് വെക്കണം എന്നുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ല. സ്വപ്നങ്ങളുണ്ടാവും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാമ്പത്തിക കുറവാണ്. നിങ്ങൾ ഇവിടെ എത്ര പേര് താമസിക്കുന്നത്? ഞങ്ങൾ 4 പേര്. ഇപ്പൊ 2 പേര്. 4 പേര്. ഇപ്പോൾ ഒരു ചേച്ചിയും ചേട്ടന് പിന്നെ 2 പിള്ളേരുണ്ട്. പിള്ളേരും എത്രയല്ല പഠിക്കുന്നത്? ഒന്ന് 10ന് വരുമ്പോൾ. അവരെവിടെ പഠിക്കുന്നത്? അപ്പോൾ അവിടെ മൈസൂർ.
മൈസൂർ. മൈസൂരിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഒരു ഏകദേശം 80 കിലോമീറ്റർ. 80 കിലോമീറ്റർ വരും. ഇത്രയും ദൂരം ഉണ്ടല്ലേ? അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്? ഹോസ്റ്റലിൽ പഠിക്കുന്നത്. അല്ല, പോയി വരാൻ പറ്റുമല്ലോ, നല്ല ദൂരമല്ലേ? ദൂരമാണ്. ഇവിടെ അടുത്ത് വേറെ സ്കൂളൊന്നും ഇല്ല? അടുത്ത സ്കൂളുണ്ട്, അങ്ങനെ നിർത്തി പഠിക്കുന്ന സ്കൂളില്ല. ഇല്ല. ഓക്കെ. വലിയ പൈസ ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ളത്? അവിടെയാണെങ്കിൽ കുറച്ച് കുറവുണ്ട്. ഭാഗത്തുണ്ട്, വലിയ പൈസ കൊടുക്കണം. പഠിക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റിന്റെ? ഇത് ഗവൺമെന്റ് ഇല്ല, നമ്മുടെ പ്രൈവറ്റ് സ്കൂൾ. ഇത് പ്രൈവറ്റ് തന്നെ? പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ പൈസ, കുറച്ച് പൈസ ഉള്ളൂ. ആ ഹോസ്റ്റലിൽ നിന്ന് ഫ്രീ ആണ്. ഹോസ്റ്റൽ ഫ്രീ ആണ്. ഓക്കെ. അത് നല്ലൊരു കാര്യം തന്നെ. കുട്ടികളൊക്കെ പഠിച്ച് വളരണം. അല്ല, എന്നാലും ഒരു ഉന്നമനം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സാധനം നമ്മൾ ബുക്ക് പെന്നൊക്കെ മേടിച്ച് കൊടുക്കണം. അത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഗംഭീരമുണ്ടല്ലോ, അത് മതി. ഫുഡൊക്കെ ഫ്രീ ആണ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് മാത്രം ഫീസ് കൊടുത്താൽ മതി അല്ലേ? ഫീസ് എന്ന് പറഞ്ഞാൽ വലിയ ഫീസ് ഒന്നും, വലിയ ഫീസില്ല, ചെറിയ ഫീസ് ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ കൃഷി ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്? ആടുമാടുകൾ അതൊന്നുമില്ല. ഓ, കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടോ? വരുമാനം ചിലപ്പോൾ ഈ 2 കൊല്ലം അങ്ങനെ പോയി. ഈ കാച്ചിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നുണ്ടാവില്ല, 26 രൂപ ചോദിച്ച് 26 രൂപ 14 രൂപ കൊടുത്തു. സെക്കൻഡ് ആയിപ്പോയി, ഷേപ്പിലായി പോയി. ഷേപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞ പോലെ ഇഞ്ചിന് നഷ്ടമായി പോയി. കൃഷി കിട്ടി പോയി. ലോട്ടറി എടുക്കുന്ന പോലെ, ലോട്ടറി അടിച്ച പോലെ, ചീട്ട് കളിച്ച പോലെ, കിട്ടി പോയി. ഓ, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. ക്യാഷ് കിട്ടിയെന്ന് പറയാം, കിട്ടുന്ന വരെ ഉള്ളൊരു ബുദ്ധിമുട്ട്. പല ആളെ കളിന്ന് അത്ര കിട്ടി ഇത്ര കിട്ടുന്ന പറയുന്നുണ്ടാവും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അധ്വാനിക്കണം. അതാണ്. രാവിലെ എപ്പോൾ തുടങ്ങും പണി? രാവിലെ നമ്മൾ പണിക്ക് കൂലി പണിക്ക് പോകുന്നത് 8 മണിക്ക് പോകും. 8 മണിക്ക് ചിലപ്പോൾ 8:30 പോകും, ചിലപ്പോൾ നമ്മൾ 5:30 വരെ പണിയെടുക്കും. ഒരു മനസ്സാക്ഷി ഉണ്ടാവുമല്ലോ, ചെയ്യും. ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ കൃഷി ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ അടുത്ത് പോയി ചെയ്യും? ചെയ്യും, കൂലി പണിക്കും. ഒരു ദിവസം എത്ര രൂപ ശമ്പളം? ഇവിടെ നമുക്ക് ചിലപ്പോൾ 600 രൂപ ഉണ്ടാവും. അത്രേ ഉള്ളൂ? 600 രൂപ 500 കൊടുക്കുള്ളൂ. അതായത് രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി വരെ ചെയ്യും. സ്ത്രീകൾക്ക് 300 രൂപ ഉണ്ടാവും. 300 രൂപ. ഓ, മൊത്തത്തിൽ വേതനം കുറവാണല്ലേ? ഓക്കെ. ഇതൊക്കെയാണ് കർണാടക ഗ്രാമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. വേതനം മൊത്തത്തിൽ കുറവാണ്. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അവർ നേരിടുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന മഴയെ ആശ്രയിച്ചാവാൻ കൃഷി ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ ലഭ്യത, പിന്നെ ഈ പറയുന്ന രീതിയിൽ കീടങ്ങൾ ആക്രമിക്കാതിരിക്കുക, പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ, കീടനാശിനികൾ അത് വാങ്ങിക്കുക. അതൊക്കെ ഉപയോഗിച്ച് ഇത് വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേനും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന ക്യാഷ് പോലും നമുക്ക് കിട്ടില്ല. അതാണ് ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ. ഈ നാളികേരം, തെങ്ങൊക്കെ എങ്ങനെയാണ് ഇവിടെ? ഇപ്പോൾ തെങ്ങൊക്കെ പിന്നെ വീട്ടിന് ആവശ്യത്തിന് മാത്രമേ ഒത്തിരി കർണാടക ഭാഗത്ത് സ്ഥലം കൂടുതലുള്ള സ്ഥലം കുറവ്. ഇപ്പൊ തെങ്ങാണ് കുറച്ച് ലാഭത്തിലുള്ളത്. തെങ്ങെന്ന് പറഞ്ഞാൽ ഒരു 2-5 കിലോമീറ്റർ തേങ്ങ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല വിലയാണ്. അതാണ് നമ്മളിനി തെങ്ങ് വെക്കുമ്പോഴേക്കും വില പറയുന്നത്. അത് അങ്ങനെ ഒരു അവസ്ഥ. കൂടുതൽ വെക്കും, 2-3 ചെടി അങ്ങനെ വെക്കും. ശരി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്കിനിയും നമ്മുടെ യാത്ര തുടരാം. എന്തായാലും പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. അങ്ങനെ എന്തായാലും ഗണ്ടത്തൂർ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ വീട് വരെ വന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. ഇന്നിപ്പോൾ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയിട്ട് അടുത്ത വീട്ടിൽ പോവുകയും അവിടുത്തെ ഒരു ചേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. ഇനിയിപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ കൃഷിയാണ്. നമ്മൾ തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലം ഒരു കൃഷി, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൃഷി, 3 മാസം അല്ലെങ്കിൽ 4 മാസം 6 മാസം അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ കൃഷികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണണ്ടേ. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത് കുറച്ച് വാഴയാണ് കൃഷി ചെയ്തിരുന്നത്. വാഴയല്ലാതെ ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ കുറേ സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ നമുക്കിനി കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ വീടിൻ്റെ മുൻപിൽ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ ഒരു ഇന്നത്തെ കാലത്തൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വീടുകളേ ഇല്ല. ഇവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീട് ഇവിടെ പണിത് നിലനിർത്തുന്നത്. അവർ ചോദിച്ചപ്പോൾ പുതിയ വീട് പണിയാനും താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പുതിയ വീടൊന്നും പണിയാൻ താല്പര്യമില്ല. ഒന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കുറച്ചുകൂടെ നല്ലത് ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കാനാണ്. ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദിവാസി ഊരിലൊക്കെ പോയപ്പോഴും അവരും പറഞ്ഞു പുതിയ വീട് കിട്ടിയാലും നമുക്ക് താമസിക്കാൻ യോഗ്യം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. ഇത് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഈ മേഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഇത് വൈക്കോലാണ് മേഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ 2 അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പം പൊളിച്ച് മേയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോർച്ച വരുമ്പോഴത്തേനും അത് അടയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേ വരാറുണ്ട്. എന്നാൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. അതാണ് എല്ലാവരും ആ ഒരു ഇതിലേക്ക് മാറാനായിട്ട് താല്പര്യപ്പെടുന്നത്.
പിന്നെ ഓട് മേഞ്ഞ വീടുകൾ നമുക്കിവിടെ കാണാം. സാമ്പത്തികമായിട്ട് ഉന്നമനമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് തീർത്തും മോശമുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾ വരുന്ന വഴി തന്നെ കണ്ടിരുന്നു 2 നിലയുള്ള വീടുകളൊക്കെ കണ്ടിരുന്നു. അതായത് ഓട് മേഞ്ഞ 2 നിലയുള്ള വീടുകളൊക്കെ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്ന അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ വീട് വെച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗണ്ടത്തൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. ഇനിയും കുറച്ചുകൂടി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഗണ്ടത്തൂരിൽ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ എവർക്കും ബൈ.